അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ ഒഴിയണമെന്നോ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. താൻ ആരോഗ്യവാനാണ്, തൻ്റെ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്, അത് ശരിയല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ സണ്ണി ജോസഫിന് ആണ് KPCC അധ്യക്ഷ പദവിയിൽ എത്താനുള്ള അവസരം ഒരുങ്ങിയിരിക്കുന്നത്. ആൻ്റണിയുടെയും ഒപ്പം സണ്ണി ജോസഫിൻ്റെയും പേരുകളാണ് പരിഗണിച്ചിരുന്നത്. കാരണം ഏറെ നാളായി ക്രിസ്തീയ സമുദായത്തിൽ നിന്നും ഒരു അധ്യക്ഷൻ ഇല്ലായിരുന്നു എന്നുള്ളത് വലിയ തരത്തിലെ പരാതിയായിരുന്നു. മാത്രവുമല്ല ക്രിസ്തീയ സമുദായം കോൺഗ്രസിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അവർ BJPയിലേക്ക് പോകുന്ന തരത്തിലൊക്കെ തന്നെ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത്തരത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ സണ്ണി ജോസഫിനെ നേതൃനിരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒപ്പം ഈഴവ സമുദായത്തിനും കാര്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആ പ്രശ്നം കൂടി പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ UDFിൻ്റെ കൺവീനറായിട്ട് അടൂർ പ്രകാശ് MP കൂടി തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം സ്ഥിരം ക്ഷണിതാവായി K സുധാകരൻ കൂടിയുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു മാറ്റം കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. വരും ദിവസങ്ങളിലായിരിക്കും സ്ഥാനമേറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങ്. അല്പസമയത്തിന് മുമ്പ് ഒരു പത്രക്കുറിപ്പായിട്ടാണ് ഈ വിവരം മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ പുറത്തുവിട്ടത്. വൃന്ദ. ബിനോയ്, PC വിഷ്ണുനാഥ്, EP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവർ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയോഗിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ഈ ഷാഫി പറമ്പിലിൻ്റെ പേരും ഒപ്പം PC വിഷ്ണുനാഥിൻ്റെ പേരും ഒക്കെ പരിഗണനയിൽ ഉണ്ടായിരുന്നവരാണ്. ഒപ്പം AP അനിൽകുമാറിൻ്റെ പേരും. ഈ 3 പേരും ഇപ്പോൾ തന്നെ നേതൃനിരയിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവരാണ്. അതേസമയം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത് കൊടിക്കുന്നിൽ സുരേഷിനായിരുന്നു. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു കാര്യമായ പദവിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റി കഴിഞ്ഞിരിക്കുന്നു. പകരം ഷാഫി പറമ്പിൽ വർക്കിംഗ് പ്രസിഡന്റ് ആവുന്നു, വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ആവുന്നു, ഒപ്പം AP അനിൽകുമാറും വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക്. ഈ 3 പേരും വർക്കിംഗ് പ്രസിഡന്റ് AICCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടാണ് വരുന്നത്. കാരണം വലിയ ചുമതലയാണ് ഈ KPCCയുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ വരാൻ പോകുന്ന 2 തിരഞ്ഞെടുപ്പുകളും ഒരു ഉപതെരഞ്ഞെടുപ്പും, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വലിയ കാലതാമസമില്ലാതെ എത്തും. അതിന് തൊട്ടു പിന്നാലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിലൊക്കെ തന്നെ വലിയ തരത്തിലെ വിജയം നേടണം എന്നൊരു സമ്മർദ്ദം KPCCക്ക് AICC നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ആ സമ്മർദ്ദം കൂടി അതിജീവിക്കുക എന്നൊരു ആവശ്യം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് KPCC ഒരു വിപുലപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ നേതൃനിരയിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം നൽകിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവരെല്ലാം തന്നെ സ്ഥാനമേറ്റെടുക്കും. അതേസമയം UDF കൺവീനറുടെ കാര്യത്തിൽ ഇങ്ങനൊരു മാറ്റം ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് അപ്രതീക്ഷിതമായിരുന്നു. ഇപ്പോൾ ശ്രീ MM ഹസനാണ് UDFിൻ്റെ കൺവീനർ. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടാണ് അടൂർ പ്രകാശിനെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ കോൺഗ്രസിലെ ഇപ്പോൾ ആറ്റിങ്ങൽ MP ആണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ചിരുന്നു. ആ സമയത്താണ് ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ഒരാൾ തന്നെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് വരണം എന്നൊരു നിർദ്ദേശം AICC മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സണ്ണി ജോസഫിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ അന്ന് പരിഗണിച്ചിരുന്ന അടൂർ പ്രകാശിനെ ഇപ്പോൾ UDF കൺവീനർ സ്ഥാനത്തേക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. വൃന്ദ. ബിനോയ്, നേരത്തെ വലിയ രീതിയിലുള്ള ചർച്ചകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പോലും ഒരിക്കൽ പോലും K സുധാകരൻ സ്ഥാനം ഒഴിയും എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തത വന്നിരുന്നില്ല. പെട്ടെന്നാണ് ഈ പേരുകളെല്ലാം തന്നെ നിലവിൽ വന്നിരുന്നു. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാകും എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഏറ്റവും ഒടുവിൽ സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാകുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും KPCC അധ്യക്ഷ പദവിയിൽ K സുധാകരൻ എത്തിയിട്ട് 4 വർഷം പൂർത്തിയാവുകയാണ്. അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 4 വർഷത്തിനിടയ്ക്ക് വലിയ തരത്തിലെ വിജയം വരിക്കുവാൻ, പ്രത്യേകിച്ചും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്യുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം നേട്ടമായി പറയുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന് വിജയം വരിക്കാൻ കഴിഞ്ഞു. മാത്രവുമല്ല പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എങ്കിൽ പോലും സംസ്ഥാനത്ത് ചില നേതാക്കളുമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവുമായി ഉണ്ടായിരുന്ന VD സതീശനുമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് 1 വർഷം മുമ്പ് തന്നെ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വന്നിരുന്നു. പ്രത്യേകിച്ചും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും MP ആയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരാളെ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ തന്നെ കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കന്മാർ ആവശ്യം AICCക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നു.
അന്ന് ആ നിർദ്ദേശം കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ തയ്യാറായില്ല. അതിൽ ചില സമ്മർദ്ദമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും AK ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ അന്ന് ഇടപെടുകയും അദ്ദേഹത്തെ തുടരാനുള്ള അനുമതി നൽകുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിയേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് നേരെ AICC നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട്, പ്രത്യേകിച്ചും മല്ലികാർജ്ജുൻ ഖാർഗെ നേരിട്ട് ഇടപെട്ട് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ആ ഡൽഹിയിലെത്തിയ ചർച്ചയ്ക്ക് ശേഷം കെ സുധാകരൻ കേരളത്തിൽ മടങ്ങി വന്നപ്പോൾ നടത്തിയ പ്രസ്താവനകൾ അല്ലെങ്കിൽ പരസ്യ പ്രസ്താവനകളൊക്കെ തന്നെ AICC നേതൃത്വത്തെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം അവിടെ നടന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ കെ സുധാകരൻ തയ്യാറായതിനോട് വലിയ വിയോജിപ്പായിരുന്നു AICC നേതാക്കന്മാർക്കുണ്ടായത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെത്തിയ KC വേണുഗോപാലും ഒപ്പം ദീപദാസ് മുൻഷിയും ഒക്കെ തന്നെ അവരുടെ വിയോജിപ്പ് അല്ലെങ്കിൽ ഈ എതിർപ്പുകളൊക്കെ നേരിട്ട് കെ സുധാകരനെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് പരസ്യ പ്രസ്താവനകൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശം തന്നെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്കകത്തുണ്ടായിരുന്ന വിയോജിപ്പുകൾ ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു വലിയ ദൗത്യം, അല്ലെങ്കിൽ പാർട്ടിക്ക് മുന്നിൽ KPCC അധ്യക്ഷന് മുന്നിലുള്ളത് ഒരു വലിയ രക്ഷാദൗത്യമാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള നേതാക്കന്മാരിൽ ഏകദേശം ചെറിയൊരു ശതമാനമെങ്കിൽ പോലും പാർട്ടിയുമായി അകന്നു പോകുന്നവരുണ്ട് ഗ്രൂപ്പിസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ പേരിൽ. അവരെല്ലാം ഒരേ നൂലിൽ കോർത്തുകൊണ്ട് ഒരേ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്വം KPCC അധ്യക്ഷനിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിന് KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഒരു തുടക്കക്കാരൻ്റെ എന്ന് മാറി നിന്നുകൊണ്ട് വളരെ പരിചയമുള്ള ഒരാളായി തന്നെ രംഗത്തെത്തി പ്രവർത്തിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. അതിന് മുതിർന്ന നേതാക്കന്മാരുടെ പിന്തുണ അനിവാര്യമായി വരും. അങ്ങനെ എല്ലാവരുടെയും പിന്തുണ സ്വീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായാൽ മാത്രമേ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതിന് കരുത്തേക്കാൻ കഴിവുള്ള നേതാക്കന്മാർ തന്നെയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയോഗിച്ചിട്ടുള്ളത്. വിഷ്ണുനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് MLAക്ക് അപ്പുറം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ച് വലിയ തരത്തിലുള്ള നേതൃപരമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ ആൾ കൂടിയാണ് PC വിഷ്ണുനാഥ് MLA. ഒപ്പം AP അനിൽകുമാറും അത്തരത്തിൽ ഒരു മുതിർന്ന നേതാവാണ്. ഷാഫി പറമ്പിലിനാകട്ടെ ക്രൗഡ് പുള്ളർ, കോൺഗ്രസിലെ ക്രൗഡ് പുള്ളർ എന്നാണ് ഷാഫി പറമ്പിലിനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനും ഈ ആളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ വളരെയധികം ആളുകളെ ഒപ്പം നിർത്തുവാൻ കഴിവുള്ളവരാണ്. അപ്പോൾ ഈ പുതിയ സഖ്യത്തിന് അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ AICC നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം അടൂർ പ്രകാശനും വലിയ പ്രവർത്തന പരിചയമുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവാണ്. കാരണം കോന്നി MLA ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗപ്രവേശനം എങ്കിൽ പോലും, ജനപ്രതിനിധിയായുള്ള രംഗപ്രവേശനം എങ്കിൽ പോലും അതിനു മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവായി വലിയ തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഒപ്പം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം LDFിൽ നിന്ന് പിടിച്ചെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങൽ മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നതും അവിടെ വലിയ തരത്തിലുള്ള വിജയം അദ്ദേഹം കൈവരിച്ചിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്രാവശ്യവും അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലം നിലനിർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന് പ്ലസ് പോയിന്റ് ആയിട്ട് AICC കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFിന്റെ തലപ്പത്ത് അടൂർ പ്രകാശിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഘടകകക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ പരിഹരിക്കുവാൻ അടൂർ പ്രകാശിന് വ്യക്തമായൊരു നയമുണ്ടാകും എന്നുള്ള പ്രതീക്ഷ കൂടി AICC നേതൃത്വത്തിനുണ്ട്. അത്തരത്തിൽ ഈ പുതിയ ആളുകൾ അല്ലെങ്കിൽ പുതു തലമുറ എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിൽ ഈ പുതുമുഖങ്ങളുമായി കോൺഗ്രസിന് വലിയ തരത്തിൽ മുഖം മുനുക്കി മുന്നോട്ട് കൊണ്ടുപോയി തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം AICCക്കുള്ളത്. മാത്രവുമല്ല, ഇതിന് തൊട്ട് പിന്നാലെ വീണ്ടും അഴിച്ചുപണികൾ വരാൻ പോകുന്നു. DCCകളെല്ലാം തന്നെ വീണ്ടും അഴിച്ചുപണിയിലേക്ക് പോകുന്നു. ഏകദേശം 11ഓളം DCC പ്രസിഡന്റുമാരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റം. കാരണം AICC നടത്തിയ വിലയിരുത്തലുകളിലും അവർക്ക് കിട്ടിയ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ DCC ഭാരവാഹികളെ, ജില്ലാ ഭാരവാഹികളെ മാറ്റാൻ തീരുമാനിക്കുക. കൃത്യമായി പ്രവർത്തിക്കാത്ത, അണികളോടൊപ്പം ചേർന്ന് നിൽക്കാത്ത നേതാക്കന്മാർ പാർട്ടിക്കൊപ്പം വേണ്ട എന്നുള്ള നിലപാടാണ്, സ്ഥാനമോഹികൾ വേണ്ട എന്ന നിലപാടൊക്കെ തന്നെ AICC നേരത്തെ തീരുമാനിച്ചിരുന്നു. അത്തരത്തിൽ വലിയ ഒരു മാറ്റം പാർട്ടിക്കുള്ളിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതിനുള്ള ശ്രമം AICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. മാത്രവുമല്ല, ഹൈക്കമാൻഡ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കാര്യമായ വിജയം കൈവരിച്ചില്ല എന്നുണ്ടെങ്കിൽ